ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നോമ്പിൻ്റെ പരിപാടി ആയതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ച് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചത്. ഇന്ന് നമ്മൾ സ്റ്റിച്ച് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ചെയിൻ സ്റ്റിച്ച് ചെയ്തു. 2 സ്റ്റിച്ചുകളെ ഒന്നാക്കി മാറ്റുകയാണ് നമ്മൾ ഡിക്രീസ് എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം ഒരു സ്റ്റിച്ചിലൂടെ നൂലെടുത്തു, പക്ഷേ അതെന്താക്കി പൂർത്തിയാക്കാതെയാണ് അടുത്ത സ്റ്റിച്ചിലൂടെയും നമ്മൾ നൂല് വലിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഹുക്കിൽ 3 ലൂപ്പുകളുണ്ട്. ഈ 3 ലൂപ്പിലൂടെയും കൂടി ഒരുമിച്ച് നൂല് വലിച്ചെടുക്കാം. ഇപ്പോൾ 2 സ്റ്റിച്ച് ഒരൊറ്റ സ്റ്റിച്ചായി മാറി. ഇതിന് നമ്മൾ സിംഗിൾ ക്രോഷറ്റ് ടുഗദർ എന്ന് പറയും. ഇതുപോലെ തന്നെ നമ്മൾ ഡബിൾ ക്രോഷറ്റയിലും ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ക്രോഷ വർക്കുകൾക്ക് കൃത്യമായ ഷേപ്പ് നൽകാനാണ് ഡിക്രീസ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു തൊപ്പിയുടെ മുകൾ ഭാഗം ചെറുതാക്കി കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു പാവകളുടെ തലയും ഉടലും ഒക്കെ ഉണ്ടാക്കാനോ ഈ സ്റ്റിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഇൻക്രീസിൻ്റെയും ഡിക്രീസിൻ്റെയും ഡിഫറൻസും മനസ്സിലാക്കുക. അതുപോലെ അത് ചെയ്യുന്ന രീതിയും എന്തിനാണ് ചെയ്യുന്നത് എന്നതൊക്കെ കഴിഞ്ഞത്തെ വീഡിയോകളിലും ഈ വീഡിയോയിലൊക്കെ നോക്കി മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ നല്ല പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്കായിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റിച്ച് ചെറുതായി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.